ഇപ്പം അമ്പലപ്പുഴയിലൊരു വിസ്മയം ഉണ്ടായില്ലേ? തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിസ്മയം നടന്നില്ലേ? തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ നിങ്ങളോടൊരു 3 മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് അത് പറവൂരിലെ ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. എനിക്കറിയാമല്ലോ, എൻ്റെ ഇത്രയും വർഷക്കാലത്തെ തിരഞ്ഞെടുപ്പിനിടയിൽ ഞാൻ 3-4 ദിവസം മാത്രമാണ് പറവൂരിൽ നിന്നത്. എല്ലാവരും പറയും എന്നെ പൂട്ടിയിടുമെന്ന് പറഞ്ഞു. പറവൂർ അവിടെ പൂട്ടിയിടും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന്. പക്ഷെ പൂട്ടിയിടപ്പെട്ടത് മന്ത്രിമാരാണ്. ഈ തോറ്റ മന്ത്രിമാരും അവരുടെ നിയോജകമണ്ഡലത്തിൻ്റെ പുറത്തേക്ക് പോലും ഇറങ്ങിയിട്ടില്ല. ജയിച്ചവരും മുഖ്യമന്ത്രി മാത്രമേ പോയിട്ടുള്ളൂ. അവരെ പൂട്ടിയിട്ടത് ഞങ്ങളാണ്, അവരവരുടെ മണ്ഡലത്തിൽ. എന്തുമാത്രം വിസ്മയങ്ങൾ ഉണ്ടായി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയും ഇനി വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം അമ്പലപ്പുഴയിലൊരു വിസ്മയം ഉണ്ടായില്ലേ? തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിസ്മയം നടന്നില്ലേ? തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ നിങ്ങളോടൊരു 3 മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഒരു വർഷമായിട്ട് അറിയാം. ഞാൻ എന്ന് മുതലാണ് വിസ്മയം എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഞങ്ങൾക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം. കണ്ണൂരിലെ ജനത എങ്ങനെയാണ് പ്രതികരിച്ചത്? കേരളത്തിലുടനീളം അതുകൊണ്ട് കണ്ണൂരിൽ അത് എവിഡൻ്റായി അല്ലേ? അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പോലുള്ള ഒരാളെ ഞങ്ങൾ ഹൃദയപൂർവ്വമാണ് സ്വീകരിച്ചത്, വളരെ അഭിമാനത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എത്ര വലിയ വിജയമാണ് അദ്ദേഹം നേടിയത്.